പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ചിത്രം മാറ്റി. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി S ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ VSന്റെ ചിത്രവും VSന്റെ പേര് കുത്തിയിട്ടുള്ള ഹാളിലെ ആ പേരും നീക്കം ചെയ്തത്. VS അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ എന്ന പേര് ചുരണ്ടിക്കളയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ പ്രതിഷേധവുമായി CPIM. നിർമ്മൽ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. നിർമ്മൽ ചക്രവർത്തിയിലേക്ക്. നിർമ്മൽ, ഇവർ ഇത് ആരെയാണ് പേടിക്കുന്നത്? കഴിഞ്ഞ കുറേ കാലമായി പല ഗവൺമെന്റുകൾ മാറി മാറി ഭരിക്കുന്നു. LDF ഭരിക്കുന്നു, UDF ഭരിക്കുന്നു. ആ സമയത്ത് പലരും തുടക്കമിട്ട പല പദ്ധതികളും നമ്മുടെ നാട്ടിലുണ്ട്. ആ സമയത്ത് പോയി ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏതൊക്കെ പേരുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ CPM മാറ്റിയിട്ടുണ്ട്, ഇടതുപക്ഷ പ്രവർത്തകർ മാറ്റിയിട്ടുണ്ടെന്ന് കോൺഗ്രസ്സുകാർ മറുപടി പറയട്ടെ. ഈ രാജ്യത്തെമ്പാടും സ്റ്റേഡിയങ്ങളുടെ, വിമാനത്താവളങ്ങളുടെ, പാഠപുസ്തകത്തിൽ നടക്കം പല പേരുകൾ വെട്ടി മാറ്റിയിട്ടും പ്രതികരിക്കാതിരുന്ന ഇവർക്ക് ആരെയാണ് പേടി? വിനിഷ, വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. VS അച്യുതാനന്ദൻ മരിച്ച ശേഷമാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്, അതിപ്പോഴേ കഴിഞ്ഞ തവണ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇടതുപക്ഷമാണ്. CPMന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ബെൻഡാരുനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഈ അടുത്ത് ആണ് അവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാള് നവീകരിക്കുന്നത്. ആ നവീകരണത്തിൻ്റെ ഭാഗമായി VS അച്യുതാനന്ദൻ്റെ പേര് VS അച്യുതാനന്ദ കോൺഫറൻസ് ഹാള് എന്ന് നാമകരണം ചെയ്യുന്നു. ആദരണീയനായ കേരളത്തിൻ്റെ കേരള നിയമസഭാ സ്പീക്കറായിട്ടുള്ള AM ഷംസീറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയുടെ MLAയും പാറശാല MLAയും, നെയ്യാറ്റിൻകര MLA ആയിട്ടുള്ള അൻസലനും ഒപ്പം തന്നെ പാറശാല MLA ആയിട്ടുള്ള CK ഹരീന്ദ്രനും ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം പങ്കെടുത്ത ഒരു പൊതു ചടങ്ങിൽ വെച്ചാണ് ഇത് നാമകരണം ചെയ്യുകയും അതിൻ്റെ ഔദ്യോഗികമായ ആ പുതിയ കോൺഫറൻസ് ഹാൾ, നവീകരിച്ച കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ UDFന് ഭരണം കിട്ടി, കോൺഗ്രസിന് ഭരണം കിട്ടി. S ഉഷാകുമാരിയാണ് ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അവർ ചുമതല സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ അവിടെ ഈ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം, അവിടെ VS അച്യുതാനന്ദൻ്റെ പേരിലുള്ള കോൺഫറൻസ് ഹാളാണെന്ന് പറയുന്നുണ്ട്. VSന്റെ ചിത്രവും അവിടെ വച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ആ ദൃശ്യങ്ങൾ കാണുന്ന അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, അദ്ദേഹം തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത വിഷ്വലാണ്. ആ വിഷ്വൽ പോസ്റ്റ് ചെയ്യുന്ന വിഷ്വലിനിടയിൽ തന്നെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് VS അച്യുതാനന്ദൻ്റെ പേര് ചുരണ്ടി മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളും ആ വിഷ്വലിൽ കാണാൻ കഴിയും. അത് അധികാരമേക്കുന്ന വിഷ്വലാണ് കാണിക്കുന്നത്. അതിനൊപ്പം തന്നെ ആ പിന്നിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ പിന്നിൽ VS അച്യുതാനന്ദൻ്റെ പേര് ഒരു നേതാവ്, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ചുരണ്ടി മാറ്റുന്ന ദൃശ്യങ്ങൾ കാണാം. ശ്രീ VS അച്യുതാനന്ദൻ സ്മാരക ഹാൾ, കോൺഫറൻസ് ഹാൾ എന്നാണ് ആ പേര് ചുരണ്ടി മാറ്റുന്ന ദൃശ്യങ്ങളാണ്. ഒരു VSനെ പോലെ കേരളം ആദരിക്കുന്ന മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകളിലൊക്കെ തന്നെ കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് VS വരുമ്പോൾ താൻ കാണണം എന്ന് പറഞ്ഞ് ഹരിപ്പാട് ഇറങ്ങി നിന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന VSൻ്റെ പേരിൽ തൊട്ട് മുമ്പ് നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കോൺഫറൻസ് ഹാള് പണിതാൽ ആ സ്മാരകം നിലനിർത്തുന്നതിൽ എന്താണ് കോൺഗ്രസിന് മടി എന്നതാണ്. അല്പം മുമ്പ് MP രാജേഷ് പറഞ്ഞതുപോലെ BJPയെ കണ്ട് പഠിക്കുകയാണ് കോൺഗ്രസ്. അധികാരം കിട്ടിയ ഉടൻ തന്നെ അവരുടെ ഏകാധിപത്യ പ്രവണത എല്ലായിടത്തും കാട്ടുന്നു. അല്പം മുമ്പ് AA റഹീമിനോട് നമ്മൾ ഇത് ചോദിച്ചു. അപ്പോൾ നമ്മൾ AA റഹീമും പറഞ്ഞത് ഇതേ മറുപടിയാണ്. കോൺഗ്രസിൻ്റെ BJPയുടെ തനിപ്പകർപ്പായി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു. അധികാരം കിട്ടിയാൽ എന്തും കോൺഗ്രസ് കാട്ടും എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ഉദാഹരണമായി പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള S ഉഷാകുമാരി തനിക്കിത് അറിയില്ല, ഈ സംഭവം ഇങ്ങനെ മാറ്റിയ വിവരം തനിക്കറിയില്ല, പരിശോധിക്കാമെന്ന മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ അവരുടെ നേതൃത്വത്തിൽ നടന്ന ബ്ലോക്കിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം അധികാരമേൽക്കുന്ന ചടങ്ങിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാവ് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് ചുരണ്ടി മാറ്റുകയും അദ്ദേഹത്തിൻ്റെ VSൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പാറശാല ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ബെൻഡാർവിൻ ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം CPMൻ്റെ ഭാഗമായി പാറശാല ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, പാറശാല ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം വന്നിട്ടുണ്ട്. അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവിടുത്തെ ഭരണസമിതി ഈ പ്രതിഷേധങ്ങൾ മാനിച്ചുകൊണ്ട് അത് തിരുത്തും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. വിനിഷ, അങ്ങനെ തിരുത്തട്ടെ. അത് തിരുത്തിയാൽ അതൊരു മര്യാദയാണ്, രാഷ്ട്രീയ മര്യാദ തന്നെയാണ്. തിരുത്താതിരുന്നാൽ അതിന് കോൺഗ്രസിന് തന്നെയാണ് വലിയ വില കൊടുക്കേണ്ടി വരിക.